ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ കെ സുധാകരൻ MP ഒരു യോഗം വിളിച്ച് പുലിവാലി പിടിച്ചിരിക്കുകയാണ്. ആ ഒരു വിവാദ യോഗമായിട്ടത് മാറി. യഥാർത്ഥത്തിൽ സതുദ്ദേശത്തോടു കൂടിയാണ് കെ സുധാകരൻ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചത്. അപ്പോൾ എന്തായാലും ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഇക്കാര്യത്തിൽ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുത്തയാൾ വധശ്രമ കേസിൽ പിടിയിലായിരുന്നു. വിവാദമായതിന് പിന്നാലെയാണ് വിവരങ്ങൾ ശേഖരിച്ചത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പങ്കെടുത്ത യോഗത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തള്ളിപ്പറഞ്ഞിരുന്നു. കെ സുധാകരൻ യോഗത്തിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ ഉപയോഗിച്ച് ലഹരി മാഫിയെ തകർക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് സുധാകരൻ ആ വിവാദ മീറ്റിംഗിൽ പറഞ്ഞിരുന്നു. നമുക്കൊന്ന് കേൾക്കാം. ഈ നവയുവാക്കൾ ഈ നാടിൽ വളർന്നു വന്ന് ഈ നാടിന്റെ കരുത്തായി, ഈ നാടിന്റെ ശബ്ദമായി, ഈ നാടിന്റെ വികാരമായി, ഈ നാടിന്റെ ദർപ്പണമായി എൻ്റെ പ്രിയപ്പെട്ടവർ മാറണം എന്ന് നിങ്ങൾ ഓരോരാളോടും സ്നേഹപുരസരം പറഞ്ഞുകൊണ്ട് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ കിട്ടിയ അവസരത്തിന് നിങ്ങളോട് നന്ദി പറയുന്നു. ആ അവസരം ഉണ്ടാക്കിയ ഈ 2 നേതാക്കന്മാരോട് ഞാൻ നന്ദി പറയുന്നു. ഈ നാടിൻ്റെ ശബ്ദം നിങ്ങളുടെ ശബ്ദമായി നാളെ ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാണാനും സംസാരിക്കാനും കിട്ടിയ ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ 2 വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം ചെയ്തു. നമ്മുടെ കെ സുധാകരൻ ഇങ്ങനെ സംസാരിച്ചത് ആരുടെത്താണ് എന്നല്ലേ? അതിനകത്ത് വധശ്രമ കേസിലെ പ്രതിയുണ്ട്, നമ്മുടെ ബ്യൂട്ടി പാർലർ കേസിലെ വെടിവെപ്പ് കേസിലെ പ്രതിയുണ്ട്. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ ഒരു സമ്മേളനമാണ് കെ സുധാകരൻ അഡ്രസ്സ് ചെയ്തത്. അവിടെ കെ സുധാകരൻ സതുദ്ദേശത്തിൽ വിളിച്ചു ചേർത്തതാണ്. തിരുവനന്തപുരത്തെ DCC അംഗം സുഹൈൽ ഷാജഹാനാണ് കെ സുധാകരൻ താമസിച്ച ഹോട്ടലിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ ഉൾപ്പെടെ എത്തിച്ച് ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് വഴിയൊരുക്കിയത്. യഥാർത്ഥത്തിൽ അവർ പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കൂല. കാരണം ഈ ലഹരി കേസിൽ പെട്ടിരിക്കുന്ന ആളുകളെ അമർച്ച ചെയ്യാൻ ഓപ്പറേഷൻ തൂഫാന് പോലീസിന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ സമീപിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് വേണമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അങ്ങോട്ട് ദഹിക്കാത്തതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ എങ്ങനെയാണ് ലഹരിയുടെ നിർമ്മാർജ്ജനത്തിനായിട്ട് നമ്മൾ ഏൽപ്പിക്കുക? കൊപ്ര ഹാരിസ് എന്ന മട്ടാഞ്ചേരി ഹാരിസ്, തോക്ക് കേസിലെ പ്രതി റിയാസ്, പുലി നസീർ, കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതി ബിലാൽ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. യുവാക്കളുടെ കൂട്ടായ്മയാണെന്നാണ് DCC അംഗം സുഹൈൽ ഷാജഹാൻ ന്യായീകരിച്ചത്. എത്തിയവരെല്ലാവരും കുഴപ്പക്കാരാണെന്ന വാദം ശരിയല്ലെന്നും ഷുഹൈൽ പറഞ്ഞു. ഇതിനകത്ത് വേറെ മുഖ്യ സംഘാടകരും വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് സാറും പറഞ്ഞത് നിങ്ങൾ ലഹരിയുടെ ഭാഗമായിട്ട് പോകണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസോ വേറെ ഏതെങ്കിലും കച്ചവടക്കാരോ മറ്റ് ലഹരിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഇൻഫർമേഷൻ പോലീസുമായി സംസാരിച്ച് അവരുമായി സഹകരിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള സംവിധാനം ചെയ്യണം. ആയിരക്കണക്കിന് യുവാക്കളെ കൂട്ടി ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ എക്സൈസ് മിനിസ്റ്ററിനെ കൊണ്ടുവന്ന് നമുക്കിവിടെ ഒരു വലിയൊരു പരിപാടി നടത്തണമെന്നുള്ളൊരു ആവശ്യം കൂടെ അവർ ഉന്നയിച്ചതാണ്. അപ്പൊ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ചേർത്ത് നമ്മൾ പരിപാടി വെക്കണമെന്ന് അവര് ആഗ്രഹിച്ച് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഏത് ചെറുപ്പക്കാർ വരും? യോഗം സതുദ്ദേശത്തോടെയാണെന്ന വാദമാണ് യോഗ സംഘാടകനായ ഹാരിസ് മട്ടാഞ്ചേരിയും ഉയർത്തുന്നത്. കെ സുധാകരൻ കൊച്ചിയിലുണ്ടെന്നറിഞ്ഞ് അങ്ങോട്ട് പോയി കാണുകയായിരുന്നു. കേസുകൾ ഉള്ളവരും പങ്കെടുത്തിട്ടുണ്ട്, കേസില്ലാത്തവരും പങ്കെടുത്തിട്ടുണ്ട്. തന്റെ പേരിലുള്ള കേസ് പഴയതാണ്, കേസ് തീരാറായെന്നും ഹാരിസ് മട്ടാഞ്ചേരി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് തൂഫാന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ കൂടെയുള്ള കുറെ ചെറുപ്പക്കാർ കുറെ മുമ്പ് ചെറിയ ചെറിയ പ്രശ്നങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നവര് നമ്മളിതെല്ലാം ചെയ്തിട്ടുള്ളതാണ്. ഇതിനെതിരെ ഒരുപാട് പ്രവർത്തിച്ച് തഴക്കവും പഴക്കവും ഉണ്ട് മട്ടാഞ്ചേരിയിൽ. അത് ഇനി ആവർത്തിക്കാണ്ടിരിക്കാനായിട്ട് നമ്മളൊരു കൂട്ടായ്മ സുധാരേട്ടനായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് നമ്മളെന്ത് പിന്തുണയും നമ്മളിൽ നിന്നിട്ട് ഉണ്ടാവട്ടെന്ന് പറഞ്ഞു. ഇതില് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, മറ്റുള്ള സാമൂഹ്യ പ്രവർത്തകരുണ്ട്, ചെറിയ ചെറിയ കേസും പ്രശ്നങ്ങളും ഉള്ളവരുണ്ട്. അവരില്ലാന്ന് ഞാൻ പറയണില്ല. ഇവരൊക്കെ നമുക്ക് നന്നാക്കണ്ടേ? കേസ് ഉള്ളവര് മുമ്പ് കേസ് ഉള്ളവരുണ്ടായിരുന്നതിന് ഇക്കയുടെ പേരിൽ ഒരു തോക്ക് കേസ് ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതൊക്കെ പഴയ കേസാണെന്ന്. അതൊക്കെ കേസ് തീരാറായത്, കേസ് നടന്നുകൊണ്ടിരിക്കണാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കണം കേസ് ഇല്ലാത്തത്. ഏത് നേതാക്കന്മാരിക്കാണ് ഇവിടെ കേസ് ഇല്ലാത്തത്? ഇതിപ്പം കെ സുധാകരനെ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചതായിരുന്നോ അതോ പുള്ളി ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങോട്ട് വന്നതായിരുന്നോ? ഇല്ലില്ല, പുള്ളിയുള്ള സ്ഥലത്തേക്ക് അങ്ങനെ എന്നാണ്. യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു സൈക്കോളജിക്കൽ മൂവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സൈക്കോളജിക്കൽ മൂവ് ഉണ്ട് എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട് കേട്ടോ, എൽദോ. അതായത് ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ ഇവരെ പോലുള്ളവർക്ക് പറ്റുമല്ലോ എന്നാണ് ചില ആളുകൾ പറയുന്നത്. കാര്യം ഇവരുടെ നീക്കങ്ങളൊക്കെ പലപ്പോഴും അണ്ടർഗ്രൗണ്ടിലൂടെയുള്ള നീക്കങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എന്നുള്ളതാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത്. അതുകൊണ്ട് അതിനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് പറയുന്നു. സതുദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെയും വേണമെങ്കിലൊരു അഭിപ്രായമുണ്ട്. സജു ദേവസ്യയുണ്ട്. സജു ദേവസ്യ,
യഥാർത്ഥത്തിൽ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് വില്ലന്മാരെ നേരിടാൻ വേണ്ടിയിട്ട് അത്ര വലിയ വില്ലത്തരമില്ലാത്ത ആളുകളെയൊക്കെ ജയിലിൽ നിന്ന് പുറത്തിറക്കി വില്ലന്മാരെ നേരിടാൻ വേണ്ടിയിട്ട് ചില പോലീസുകാർ ചില നീക്കങ്ങളൊക്കെ നടത്തും. അതൊക്കെ സിനിമയിൽ കാണുന്നതാണ്. അപ്പോൾ സമാനമായ രീതിയിലാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില ആളുകളെ വെച്ച് തൂഫാനിൻ്റെ പേരിൽ നമ്മുടെ ഈ മയക്കുമരുന്ന് കൊണ്ടുവരുന്ന ഈ സാമൂഹ്യ ദ്രോഹികളെ നേരിടുക എന്ന സതുദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ സുധാകരന്. അതാണോ ഇപ്പോൾ വിവാദമായി മാറിയത്? ഡോക്ടർ അരുൺകുമാർ, അതിലൊരു പ്രശ്നമുണ്ട്. അതായത് ഈ പദ്ധതിയുമായി ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ പോലീസിന് അത് സംബന്ധിച്ചൊരു കൃത്യമായ പ്ലാൻ ഉണ്ട്. അതനുസരിച്ചാണ് അവർ മുന്നോട്ട് പോവുക. അതായത് പ്രയോജനപ്പെടുത്തേണ്ട ചില ആളുകൾ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ മുൻപുണ്ടായിരുന്ന ചിലരുണ്ടാകും. അത് പക്ഷേ പോലീസിന് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയും. അതിന് പകരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായ കുറേ ആളുകളും അല്ലാത്തവരും ഒക്കെ ചേർന്ന് അവർ സ്വയം കെ സുധാകരൻ എം പിയെ വിളിച്ചു വരുത്തി യോഗം നടത്തുന്നു. ആ യോഗത്തിന്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ അതിന് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന കാര്യമൊക്കെ വെളിപ്പെടാനിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ തന്നെ പങ്കെടുത്തവർ ആരൊക്കെ എന്ന് പരിശോധിക്കാം. ബ്യൂട്ടി പാർലർ കേസിൽ ഉൾപ്പെട്ട, അതായത് വെടിവെപ്പ് കേസാണ്, അതിൽ ഉൾപ്പെട്ട ബിലാൽ പങ്കെടുത്തു. അതുപോലെ തന്നെ അനധികൃതമായി തോക്ക് കൈവശം വെച്ച റിയാസ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൂടാതെ മട്ടാഞ്ചേരി ഷിബു ഒരു വധശ്രമ കേസിലെ പ്രതിയാണ്. അതായത് കഴിഞ്ഞ ദിവസം അയാൾ ചുറ്റിക ഉപയോഗിച്ചാണ് ഒരു വയോധികന്റെ തലക്കടിച്ചത്. നേരത്തെയും കേസുകളിൽ പ്രതിയാണ്. ഈ യോഗം നടന്നതിന് ശേഷമാണ് ആ സംഭവത്തിൽ ഇയാൾ ഉൾപ്പെട്ടത് എന്ന് തുടങ്ങി ഓരോരുത്തരായി എടുത്ത് പരിശോധിച്ചത്. ഇതേ ഹാരിസ് തന്നെ മുൻപ് കേസുകളിൽ പ്രതിയായിരുന്നു, ഇപ്പോൾ കേസുകളില്ല എന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചേർന്ന് കെ സുധാകരൻ എം പി കൊച്ചിയിൽ വരുമ്പോൾ സ്വകാര്യ ഹോട്ടലിലേക്ക് ആളുകൾ വന്ന് പങ്കെടുക്കുന്നു. അതിന് പകരം അതിനൊരു ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ഇത്തരം തൂഫാൻ വാരിയർ പരിപാടികളൊക്കെ ആഭ്യന്തര വകുപ്പ് നടത്തുന്നുണ്ട്. അത്തരമൊന്നില്ല. അപ്പോൾ കെ സുധാകരൻ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ആരാണ് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയത്? അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്താണ്? ഇങ്ങനെ വന്നു ചേർന്നവർക്ക് മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്നൊരു പ്രശ്നമാണ്. സുഹൈൽ പറയാൻ ശ്രമിക്കുന്നത്. സുഹൈൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ കൂടിയാണ്, DCC അംഗമാണ്. നേരത്തെ ഒരു തവണ രാജിയൊക്കെ സമർപ്പിച്ചിരുന്നു, പക്ഷേ ആ രാജി സ്വീകരിച്ചില്ല. ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് സുഹൈൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉള്ളവരുണ്ട്, പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്, കേസുകളൊക്കെ ഉള്ളവരുണ്ട്, അവരെയും തിരുത്തണ്ടേ എന്നൊക്കെയാണ്. ഒപ്പം ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ സതുദ്ദേശത്തോടു കൂടി ചെയ്തതാണെന്നൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു യോഗത്തിലേക്ക് ഇത്രയും കേസുകളൊക്കെ ഉള്ള കുറേയധികം ആളുകൾ എങ്ങനെ വന്നു ചേരുന്നു? എല്ലാവരും കേസുള്ളവരായിരുന്നില്ല, പക്ഷേ മുൻപ് കേസുള്ളവരും ഇപ്പോൾ ആക്റ്റീവായി പലരുടെയും കേസുകളിൽ വിചാരണയും മറ്റും നടക്കുന്നവരും എല്ലാവരും വന്നു ചേരുമ്പോൾ അത് അത്ര സതുദ്ദേശമായിരുന്നോ എന്നൊരു ചോദ്യം പ്രധാനമായും ഉയരും. പക്ഷെ അവർ പറയുന്നത് ഇത്തരം പ്രചാരണങ്ങൾ തെറ്റാണ്. വളരെ സതുദ്ദേശത്തോടു കൂടി ഞങ്ങൾ കെ സുധാകരനെ അദ്ദേഹം കൊച്ചിയിൽ വന്നപ്പോൾ അങ്ങോട്ടേക്ക് സമീപിച്ചതാണ്. സുഹൈലാണ് കെ സുധാകരനുമായി പലപ്പോഴും അദ്ദേഹത്തോടൊപ്പം പലപ്പോഴും ഉണ്ടാകുന്ന ആളാണ്. അതുകൂടാതെ ഹാരിസും കോൺഗ്രസിന്റെ ഒരു അനുഭാവി ബന്ധത്തിൽപ്പെട്ട ആളാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അങ്ങോട്ട് സതുദ്ദേശത്തോടു കൂടി സമീപിച്ചതാണെന്ന് അവർ പറയുന്നു. പക്ഷേ ഇതിൽ കെ സുധാകരൻ ഇതുവരെ മൗനം പാലിക്കുകയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത് വിശദീകരിക്കണം. പാർട്ടിക്ക് നേതൃത്വത്തിന്, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഇങ്ങനെ അനൗദ്യോഗികമായി യോഗം വിളിക്കുകയും അത് സംബന്ധിച്ച് വിവാദം ഉണ്ടാവുകയും ചെയ്തതിൽ അദ്ദേഹത്തിന് വലിയ അതൃപ്തി ഉണ്ട് താൻ. ഓക്കെ, താങ്ക് യു.